ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടെ മലയാള സിനിമാ ലോകം ആകപ്പാടെ കത്തിയുരുകുകയാണ്. സിനിമയുടെ ആകാശത്ത് വെട്ടിത്തിളങ്ങി നിന്ന താരങ്ങൾ പലതും തമോഗർത്തങ്ങളിലേക്ക് നിബദിച്ചു പോകുന്നത് കണ്ട് ആരാധനയോടെ അവരെ വീക്ഷിച്ചിരുന്നവരൊക്കെ കടുത്ത ഇച്ഛാഭംഗത്തിൻ്റെ ആലസ്യത്തിൽ കൂപ്പുകുത്തുമ്പോൾ സിനിമാ തമ്പുരാക്കന്മാരൊക്കെ ജാമ്യമില്ലാത്ത വകുപ്പിൽപ്പെട്ട് അഴിയെണ്ണേണ്ട അവസ്ഥ വന്നാൽ മലയാള സിനിമയ്ക്ക് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്നറിയാതെ കുഴയുകയാണ് നിരൂപകരും ആരാധകരും. ഇപ്പോൾ കലാമൂല്യവും സാമൂഹ്യ ഉദ്ഗ്രഥനവും ഒക്കെ ലക്ഷ്യമാക്കിയ ചലച്ചിത്രങ്ങൾ നിർമ്മിച്ച മലയാള സിനിമ ഏതായാലും ഇത്രയും പരിതാപകരമായ ദുരവസ്ഥയിലേക്ക് പതിച്ചത് പെർഫോമിംഗ് ആർട്ട് മേഖലയ്ക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. ആയതിൻ്റെ കാരണങ്ങൾ തേടി അലയുന്നവരുടെ മുന്നിലേക്ക് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്താനുള്ള ഒരു കാരണം മലയാള സിനിമയിൽ ചില തൽപര കക്ഷികൾ നടത്തിവന്ന ക്രൈസ്തവ അവഹേളനവും നിന്ദയുമാണ്. കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും, മതില് പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും എന്ന പ്രഭാഷക സൂക്തങ്ങളിലെ പ്രസക്തമായ ഈ ആപ്തവാക്യങ്ങൾ കൊണ്ട് മഹാജ്ഞാനിയായ സോളമൻ വിവക്ഷിച്ചത് ഭൂമിയിൽ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ഏതൊരു ചട്ടവിരുദ്ധ പ്രവൃത്തികൾക്കും തക്കതായ തിരിച്ചടികൾ ഉറപ്പാണെന്നത് തന്നെയാണ്. മലയാള സിനിമയിലെ കലാപകലുഷിതമായ കാലിക സംഭവങ്ങൾ കേവലം യാദൃച്ഛികമോ ഒറ്റപ്പെട്ടതോ അല്ല, മറിച്ച് കാലങ്ങൾ നീണ്ട വഴിപിഴച്ച നടപടികൾക്കുള്ള തിരിച്ചടികൾ തന്നെയാണ്. എന്നാൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ജീവനുള്ള ദൈവത്തിൻ്റെ അസ്തിത്വത്തിന് മുകളിലേക്ക് നടത്തിയ കുതിര കയറ്റത്തിന് തത്തുല്യമായി കാലം കാത്തുവച്ച കൃത്യമായ തിരിച്ചടി എന്ന കാലത്തിൻ്റെ കാവ്യനീതി അനുഭവിക്കുക തന്നെ വേണം. അതിന് നിമിത്തമായ താരരാജാക്കന്മാരും അണിയറയിൽ നിന്ന് കരുക്കൾ നീക്കിയ സൂത്രധാരന്മാരുമെല്ലാം അതിന് അനുഭവിക്കേണ്ടത് തന്നെയാണ്. ഭാവനാസമ്പന്നന്മാരായ എഴുത്തുകാരുടെ ചിന്താസരണികളിൽ മികച്ച ഹാസ്യവും കറതീർന്ന ശോകവും കാമ്പുള്ള നാടകീയതയുമൊക്കെ ഉരുത്തിരിഞ്ഞ മലയാള സിനിമകൾ പ്രേക്ഷകർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ സമൂഹത്തിൻ്റെ എല്ലായിടത്തും എന്നതുപോലെ കയ്യിൽ കാശുള്ള തൽപരകക്ഷികൾ മലയാള സിനിമയെ കൂടെ ഹൈജാക്ക് ചെയ്തപ്പോൾ ക്രൈസ്തവികതയെ താറടിക്കുന്നത് പലർക്കും ഹരമായി തോന്നി. അല്ലെങ്കിൽ കാശ് മുടക്കുന്ന ചില പ്രത്യേക ജനുസിൽപ്പെട്ടവരുടെ ആജ്ഞാനുവർത്തികളായി അവർ അതിന് കൂട്ടുനിന്നു. ലോകാധിനാഥനായ സത്യദൈവത്തെയും അവിടുത്തെ പുത്രനെയും പുത്രൻ സ്ഥാപിച്ച സഭയിലെ കൂദാശകളെയും അവഹേളിച്ചുകൊണ്ട് അവർ ഒന്നിനു പുറകെ ഒന്നായി സിനിമകൾ പടച്ചുവിടാൻ തുടങ്ങി. ക്രൈസ്തവരെ അവഹേളിക്കുമ്പോൾ അതിലൊരു പ്രത്യേക സുഖം തോന്നിയതുകൊണ്ടാകാം പുരോഗമന വേദം ഓതുന്ന സർക്കാരുകളും അതിന് കൂട്ടുനിന്നു. പക്ഷേ മുള്ളിന് നേരെ ഉരയ്ക്കരുതെന്നും ചെയ്താൽ പരിക്കേൽക്കുമെന്നും ഇരുമ്പാണിമേൽ തൊഴിക്കരുതെന്നും ചിലരൊക്കെ അന്നേ ഇവർക്ക് മുന്നറിയിപ്പ് കൊടുത്തതാണ്. പക്ഷേ താരങ്ങൾക്കും അവരെ സൃഷ്ടിക്കുന്നവർക്കും അന്ന് പുച്ഛമാണ് അതിനോട് തോന്നിയത്. അവർ കൂടുതൽ ശക്തിയോടെ ക്രൈസ്തവ നിന്ദയ്ക്ക് കൂട്ടുനിന്നു. ട്രാൻസ്, റോമൻസ്, 18-ാം പടി, ചേര, ഭീഷ്മ പർവം, കാതൽ, പാൽത്തു ജാൻവർ, ആന്റണി, ഈശോ, കേശു ഈ വീടിൻ്റെ നാഥൻ തുടങ്ങിയ സിനിമകൾ എടുത്ത് ആകുന്നത്ര ശക്തിയോടെ ക്രൈസ്തവ അവഹേളനങ്ങൾ ഇവർ പടച്ചുവിടുകയായിരുന്നു. 70 വട്ടം ക്ഷമിക്കാൻ പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ അനുയായികൾ ആ വചനം നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതൊരു ബലഹീനതയായി വിചാരിച്ചവരെ തിരുത്തിക്കൊണ്ട് ക്രൈസ്തവീകതയെ തൊട്ട് കളിക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നത് പോലെയാണെന്ന സത്യം ഇപ്പോൾ അവർ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുകയാണ്. തിരുത്താൻ ഇവർക്ക് ഇനിയും സമയമുണ്ട്. പണ്ടൊരു ക്രിസ്തുമസിന് പഞ്ചാബിൽ ടെലികാസ്റ്റ് ചെയ്ത സിനിമയിൽ ക്രൈസ്തവ അവഹേളനം കുത്തി നിറച്ചപ്പോൾ തെറ്റ് ബോധ്യപ്പെട്ട് ബോളിവുഡ് നടി രവീണ ടണ്ടനും നിർമ്മാതാവ് ഫറാ ഖാനും ബിഷപ്പ് ഹൗസിലെത്തി കർദിനാൾ ഓഷ്വാൾസ് ഗ്രേഷ്യസിനോട് മാപ്പപേക്ഷിച്ചത് ചരിത്രമാണ്. ആബേലച്ചൻ എന്ന ക്രൈസ്തവ പുരോഹിതന്റെ ശിക്ഷണത്തിൽ കലാകാരന്മാരായിട്ട് ഈശോ എന്ന നാമം ഉപയോഗിച്ച് ക്രൈസ്തവീകതയെ അവഹേളിച്ച മിമിക്രിക്കാരനും അയാളെപ്പോലെയുള്ള ക്രൈസ്തവ വിരോധികൾക്കും ഇതിൻ്റെ പകുതിയെങ്കിലും വിവേകം ഉണ്ടാകേണ്ടത് തന്നെയായിരുന്നു. ക്രിസ്ത്യൻ വിരുദ്ധ സിനിമകൾ പുറത്തിറക്കാൻ കച്ചമുറുക്കി ഇറങ്ങുന്ന നിർമ്മാതാക്കളും അവർക്ക് പണം കൊടുക്കുന്ന പക്ക ക്രൈസ്തവ വിരുദ്ധരും ഓർക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറെ ചെളി വാരി എറിഞ്ഞ് കുറെ പേരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ആകുമെന്നല്ലാതെ ക്രൈസ്തവ വിശ്വാസത്തിന് ഒന്നും സംഭവിക്കുകയില്ല. എന്നാൽ കാലത്തിൻ്റെ ഇത്തരം ചക്രവാത ചുഴിയിൽ എല്ലാം ഒരു ദിവസം കീഴ്മേൽ മറിയുമെന്നും താരങ്ങൾ ഉപ്പുനീര് കുടിക്കേണ്ടി വരുമെന്നും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവർക്കിടയിൽ ഒട്ടും കാണാത്ത പുരുഷ മൈഥുനവും സ്വവർഗ ഭോഗവും അടക്കം മാരക തിന്മകളെ അവരുടെ സ്വഭാവമാണെന്ന് വരുത്തി സാമൂഹ്യവൽക്കരിക്കാൻ സിനിമയുണ്ടാക്കി ക്രൈസ്തവരെ അവഹേളിച്ചവർക്ക് അവാർഡ് കൊടുത്ത് ആദരം നൽകിയ സർക്കാരിനും മുൻപ് പറഞ്ഞ മേൽപ്പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം
ഓർമ്മയുണ്ടായിരിക്കുന്നത് നല്ലതാണ്.